നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 31-ാം തീയതി, 1200-ാം ആണ്ട് ധനുമാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്, പൂരാട നക്ഷത്രമാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. നമുക്ക് ഒരു വർഷ അവസാനമാണ്. 2024 നമ്മളെ വിട്ടു പോവുകയാണ്. അപ്പോൾ ഒരു വർഷം തീരെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആയുസിൻ്റെ ഒരു വയസ്സ് തീർന്നു കിട്ടുകയാണ്. അടുത്ത് പുതുവർഷത്തിലേക്ക് പോവുകയാണ്. എങ്കിലും ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ശോഭനമായ ദിവസമല്ല. ഒരു വർഷം നമ്മളെ വിട്ട് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത വർഷമാണ്. നാളെ ഉണർന്നെങ്കിൽ ഇപ്പോൾ ഈ വർഷം തീർന്ന് നമ്മൾ 25-ലേക്കാണ് ഉണരുന്നത്. എങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തോടുകൂടി പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരു ദിവസമല്ല. കാരണം ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരാടമാണ് എങ്കിൽ പോലും ആഴ്ച അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ അത് ആഘോഷിക്കാനൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിച്ചായിരിക്കണം പോവേണ്ടത്. ശരിക്ക് ചൊവ്വാഴ്ച രാത്രിയാണ് ആഘോഷത്തിനൊക്കെ പോണേ. അപ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കും പോവേണ്ടത്. കേസ് വഴക്കുകളുണ്ടാവാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, അതേപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുള്ള സമയമായതുകൊണ്ട് ആകിലും വീട്ടിൽ നേരത്തെ ഒതുങ്ങുന്നത് നന്നാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മളും പെടാനിട വരും. കുറേയൊക്കെ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി ആഘോഷത്തിന് പോകുന്ന ഒരു ദിവസമാണ് ശരിക്ക് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, അതായത് 31-ാം തീയതി ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സൂക്ഷിക്കണം. ഇന്നത്തെ ദിവസവും അത്ര നല്ലതല്ല. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിച്ചാൽ ഇന്നത്തെ ഫലത്തെ ചിന്തിക്കണ്ട. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ച വന്നതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷം അത്ര നല്ലതല്ല. ഈ മാസത്തിലെ പൂരാട നക്ഷത്രക്കാർ, ധനുമാസത്തിലെ പൂരാട നക്ഷത്രക്കാർക്ക് അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. വാഹന അപകടങ്ങളുണ്ടാവാം, സാമ്പത്തിക നഷ്ടം വരാം, കേസ് വഴക്കുകളുണ്ടാവാം, അഗ്നിഭയം വരാം, അതുപോലെ പലതരത്തിലുള്ള ആക്സിഡൻറ്റുകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് പ്രാർത്ഥിച്ച് പോയാൽ മതി. ഒരു വർഷത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രതിവിധികൾ ചെയ്യണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ദർശനം ചെയ്യണം. ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. അതുപോലെ ശ്രീമുരുക യന്ത്രം, ദുർഗാ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി വ്രതാനുഷ്ഠാനത്തോടുകൂടി ചൊവ്വാഴ്ച പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ദോഷത്തെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. നമ്മൾ ശ്രമിച്ചാലേ നമ്മളെ ദോഷം കുറയുള്ളൂ. പലരും ചെയ്യുന്നത് എന്താണ്? നമുക്ക് ദോഷമൊന്ന് കണ്ടിട്ട് വീട്ടുകാർ പൂജ നടക്കാൻ തുടങ്ങും. അവർ അമ്പലങ്ങളിൽ കയറി ഇറങ്ങും. ഇവരത് വകവയ്ക്കാതെ പോകും. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ വരും. നമ്മളും കൂടി നമുക്ക് സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ ആ ദിവസം ശുദ്ധവൃത്തിയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുകയും വീട്ടുകാർ നമുക്ക് വേണ്ടി പൂജ ചെയ്യുകയും ചെയ്താൽ പൂജ ഫലിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി വേണം പോകാൻ. രാവുകാല സമയം ശരിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്ന് രാവുകാലം വന്നിരിക്കുന്നത് 3:19 തൊട്ട് 4:45 വരെയും. ഗുളികകാല സമയം 12:28 തൊട്ട് 1:53 വരെയും. അതുപോലെ യമകണ്ഠകാല സമയം 9:36 തൊട്ട് 11:02 വരെയും. ഈ സമയങ്ങൾ ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ വർഷം തീരെയാണ്. ഇന്ന് ചെയ്തില്ലെങ്കിൽ ഈ വർഷത്തിൽ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള ദിവസമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യാം. 12:04 തൊട്ട് 12:52 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയത്തൊരു പോസിറ്റീവ് കവചം നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും റെഡ് കളറ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവർഷം വരട്ടെ.
അപ്പോൾ നമ്മളെ എല്ലാ കഷ്ടതയും ഈ വർഷത്തോടു കൂടി തീരട്ടെ, പുതുവർഷം നമുക്ക് സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.